കുറച്ച് അമേരിക്കൻ ഡോളർ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന് കൊതിക്കാത്ത മനുഷ്യരുണ്ടോ? കാരണം അത്രയ്ക്ക് ശക്തവും മൂല്യമേറിയതുമാണ് അമേരിക്കൻ ഡോളർ. എന്നാൽ മാറിയ സാഹചര്യത്തിൽ അമേരിക്കൻ ഡോളറിൻ്റെ കാലമൊക്കെ കഴിഞ്ഞുവെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. പകരം നമ്മുടെ ഇന്ത്യൻ റുപ്പി മികച്ച നിലവാരത്തിലേക്ക് എത്തുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയിൽ കഴിഞ്ഞ മാസത്തെ റീറ്റെയിൽ പണപ്പെരുപ്പം പ്രതീക്ഷകളെയും കടത്തിവെട്ടി കുതിച്ചുയർന്നു. ഇത് ആഗോള സമ്പദ് രംഗത്ത് ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരിയിൽ 3.1%, ഫെബ്രുവരിയിൽ 3.2%, പണപ്പെരുപ്പം മാർച്ചിൽ കൂടുമെന്ന് ഉറപ്പായിരുന്നു. ഏതാണ്ട് 3.3 മുതൽ 3.4% വരെയായി പണപ്പെരുപ്പം കൂടുമെന്നായിരുന്നു വാൾ സ്ട്രീറ്റ് ജേണൽ ഉൾപ്പെടെ പ്രവചിച്ചിരുന്നത്. എന്നാൽ പ്രവചനങ്ങളെ നിഷ്പ്രഭമാക്കി പണപ്പെരുപ്പം 3.5%-ലേക്ക് കുതിച്ചുയർന്നു. ഭക്ഷ്യോൽപ്പന്നങ്ങളുടെയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും വില കൂടിയതാണ് മുഖ്യ തിരിച്ചടി. അമേരിക്കയിൽ പണപ്പെരുപ്പം കത്തുന്നത് ആഗോളതലത്തിൽ തന്നെ പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കും. പണപ്പെരുപ്പം കൂടുന്നത് കണക്കിലെടുത്ത് 2022 മാർച്ച് മുതലാണ് അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് കൂട്ടിത്തുടങ്ങിയത്. അടിസ്ഥാന പലിശ നിരക്ക് കഴിഞ്ഞ വർഷം ജൂലൈ വരെ തുടർച്ചയായി കൂട്ടി 23 വർഷത്തെ ഏറ്റവും ഉയർന്ന 5.50% പിന്നീട് പണപ്പെരുപ്പം കുറഞ്ഞു തുടങ്ങിയതോടെ കഴിഞ്ഞ ജൂൺ മുതൽ 3 തവണയെങ്കിലുമായി പലിശ ഭാരം കുറയ്ക്കുമെന്ന് ഫെഡറൽ റിസർവ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പണപ്പെരുപ്പം വീണ്ടും പരിധി വിട്ടതിനാൽ ധൃതി പിടിച്ച് പലിശ കുറയ്ക്കാനാകില്ലെന്ന് ഫെഡ് ചെയർമാൻ ജെറോം പവൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പണപ്പെരുപ്പം ആശങ്കപ്പെടുന്നതാണെന്നും നിലവിലെ കർശന പണനയം ഏറെക്കാലം നിലനിർത്തേണ്ട സ്ഥിതിയാണുള്ളതെന്നും ഫെഡറൽ റിസർവിൻ്റെ കഴിഞ്ഞ പണനയ യോഗത്തിൽ അംഗങ്ങൾ അഭിപ്രായപ്പെട്ടിരുന്നു. പലിശ ഭാരം ഉയർന്ന നിരക്കിൽ തുടരുന്നത് കമ്പനികൾക്കും നിക്ഷേപകർക്കും വലിയ തിരിച്ചടിയാണ്. സാമ്പത്തിക ചെലവുകൾ ഉയർന്ന തലത്തിൽ ഏറെക്കാലമായി തുടരുമെന്നതാണ് ഇതിന് മുഖ്യ കാരണം. പണപ്പെരുപ്പം കൂടിയതും കർശനമായ പലിശ നയം തുടരുമെന്ന് ഫെഡറൽ റിസർവ് പണനയ സമിതി അംഗങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തതോടെ അമേരിക്കൻ ഓഹരി വിപണികൾ വൻ ഇടിവിലായിക്കൊണ്ടിരിക്കുകയാണ്. ആഗോളതലത്തിലും ഇന്ത്യയിലും അതിൻ്റെ പ്രത്യാഘാതങ്ങളുണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ റെക്കോർഡ് തകർത്ത് പുതിയ ഉയരങ്ങളിലേക്ക് കുതിച്ച ഇന്ത്യൻ ഓഹരി സൂചികകൾ വൈകാതെ വലിയ തിരുത്തലിലേക്ക് കടന്നേക്കുമെന്നാണ് റിപ്പോർട്ട്. അതേസമയം അടിസ്ഥാന പലിശ നിരക്ക് ഉടനെയൊന്നും കുറയില്ലെന്ന് ഏറെക്കുറെ വ്യക്തമായതോടെ അമേരിക്കൻ സർക്കാരിൻ്റെ കടപ്പത്രങ്ങളുടെ ആദായ നിരക്കും ഡോളറിൻ്റെ മൂല്യവും കുതിച്ചു വരികയാണ്. ഒരു വർഷ ബോണ്ട് ഈൽഡ് 4.36%-ൽ നിന്ന് 4.47%-ലെത്തി. 2 വർഷ ബോണ്ട് ഈൽഡ് 4.97%-ലേക്കും ഉയർന്നു. ലോകത്തെ 6 മുൻനിര കറൻസികൾക്കെതിരായ ഡോളർ ഇൻഡെക്സ് 104 നിലവാരത്തിൽ നിന്ന് ഉയർന്ന് 105.23-ലും എത്തിയിട്ടുണ്ട്. ലോകത്തെ രണ്ടാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായ ചൈനയുടെ സമ്പദ് വ്യവസ്ഥ തളർച്ചയിലാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ ഹിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ചൈനയുടെ റേറ്റിംഗ് താഴുന്നത് വികസനത്തിൻ്റെ പാതയിൽ കുതിക്കുന്ന ഇന്ത്യൻ കറൻസിയുടെ മൂല്യം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കുമെന്നാണ് ഹിച്ച് പറയുന്നത്.